നമ്മൾ അംഗമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മരണ അറിയിപ്പ് വന്നാൽ അതിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒന്നുകിൽ ദുഃഖസൂചകമായ ഇമോജി നൽകുകയോ ആദരാഞ്ജലി സന്ദേശമിടുകയോ ചെയ്യും. എന്നാൽ ചിലരെങ്കിലും അറിയാതെ തംസപ്പ് ഇമോജി ഇട്ട് കാണാറുണ്ട്. തംസപ്പ് ഇമോജി ഇട്ടതുകൊണ്ട് നിങ്ങൾ ആ മരണം ആഘോഷിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ സംശയത്തിന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ. 2018 കേസിനാസ്പദമായ സംഭവം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥൻ മേഘാലയയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം ജീവനക്കാരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നു. ഇതിനോട് പ്രതികരിച്ച കോൺസ്റ്റബിൾ നരേന്ദ്ര ചൌഹാനെതിരെ സേന നടപടിയെടുത്തു. ജോലിയിൽ നിന്ന് അവസാനം പിരിച്ചുവിടുകയും ചെയ്തു. കേസ് അന്വേഷിച്ച അച്ചടക്ക കമ്മിറ്റിയാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കാൻ ഉത്തരവിടുന്നത്. സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ പദവിക്കനുസരിച്ച് പെരുമാറണമെന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ക്രൂര കൊലപാതകത്തിന്റെ ആഘോഷമായിരുന്നു പ്രതികരണമെന്നും കമ്മിറ്റി വാദിച്ചു. ഇത്തരം പെരുമാറ്റം മറ്റു ഉദ്യോഗസ്ഥർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യത്തെ ബാധിക്കുമെന്നും കമ്മിറ്റി കണ്ടെത്തി. അതേസമയം തംസപ്പ് പ്രതികരണത്തിൽ അത്തരമൊരു ഉദ്ദേശം ഇല്ലെന്നായിരുന്നു ചൌഹാന്റെ നിലപാട്. എന്നാൽ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലെത്തിയ നരേന്ദ്ര ചൌഹാന് അനുകൂലമായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ഉദ്യോഗസ്ഥനെ സർവീസിൽ തിരിച്ചെടുക്കാനായിരുന്നു വിധി. എന്നാൽ ഈ വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശത്തിന് തംസപ്പ് ഇടുന്നതിന് ഓക്കെ എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ ഡി കൃഷ്ണകുമാറും ആർ വിജയകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കൂടാതെ ഇത്തരത്തിലുള്ള ഇമോജികൾ ആഘോഷമാക്കി കണക്കാക്കരുതെന്നും കോടതി വ്യക്തമാക്കി. തംസപ്പ് ഇമോജി പങ്കുവയ്ക്കുന്നത് ക്രൂരമായ കൊലപാതകത്തെ ആഘോഷിക്കുന്നുവെന്ന് കണക്കാക്കാനാകില്ലെന്നും പ്രസ്തുത സന്ദേശം ആ വ്യക്തി കണ്ടു എന്നതിനുള്ള തെളിവ് മാത്രമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. പരാതിക്കാരന് മറ്റു ലക്ഷ്യങ്ങളില്ലായിരുന്നുവെന്ന് വ്യക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല RPFന്റെ വാദങ്ങളിൽ കഴമ്പില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഹർജി തള്ളുകയും ചെയ്തു.